നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ അമേരിക്കയിൽ പോലും ട്രാൻസ്ജെൻഡർ സമൂഹം ഇന്നും അംഗീകാരത്തിനും മാന്യതയ്ക്കും വേണ്ടി കോടതികളുടെ പടികൾ കയറേണ്ടി വരുന്നു എന്നത് നമ്മുടെ കാലത്തിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ്. അമേരിക്കൻ സുപ്രീം കോടതി വെസ്റ്റ് വിർജീനിയയിലെയും ഐഡഹോയിലെയും നിയമങ്ങൾ ശരിവെച്ചതോടെ സംസ്ഥാനങ്ങൾക്ക് ട്രാൻസ്ജെൻഡർ പെൺകുട്ടികളുടെ സ്കൂൾ കായിക മത്സരങ്ങളിൽ നിന്ന് വിലക്കാൻ നിയമപരമായ അംഗീകാരം ലഭിച്ചു. കോടതി ഇത്തരം നിയമങ്ങൾ നിലവിലെ ഫെഡറൽ നിയമമായ ടൈറ്റിൽ 9 ഭരണഘടനയിലെ സമത്വ വ്യവസ്ഥകളെയോ ലംഘിക്കുന്നില്ല എന്നാണ് വിലയിരുത്തിയത്. സ്കൂളുകളിലെയും കോളേജുകളിലെയും വനിതാ കായിക മത്സരങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ വിലക്കാനാണ് സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകി US സുപ്രീം കോടതിയുടെ വിധി പുറത്തുവന്നത്. ട്രാൻസ്ജെൻഡർ വനിതകളുടെ പങ്കാളിത്തം നിരോധിച്ചുകൊണ്ടുള്ള സംസ്ഥാന നിയമങ്ങളെ ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികളിലാണ് കോടതിയുടെ സുപ്രധാന തീരുമാനം. ഐഡഹോ, വെസ്റ്റ് വിർജീനിയ എന്നീ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളാണ് വിലക്കിനെതിരെ കോടതിയെ സമീപിച്ചത്. ജനന സമയത്ത് രേഖപ്പെടുത്തിയ ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പൊതുവിദ്യാലയങ്ങളിലെയും കോളേജുകളിലെയും കായിക ടീമുകളിൽ മത്സരിക്കാവൂ എന്ന് ഈ സംസ്ഥാനങ്ങൾ നിയമം മൂലം വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ നിരോധനം US ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ഒരു ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യത്തെ പൗരാവകാശ നിയമങ്ങൾക്ക് വിരുദ്ധമാണിതെന്നായിരുന്നു രണ്ടാമത്തെ ഹർജിയിലെ വാദം. 2020 ഐഡഹോ ആദ്യമായി ഇത്തരമൊരു നിയമം കൊണ്ടുവന്നതിനു ശേഷം അമേരിക്കയിലെ 20-ലധികം സംസ്ഥാനങ്ങൾ സമാനമായ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ഉത്തരവ് പ്രകാരം ജനന സമയത്ത് പുരുഷനായിരിക്കുകയും പിന്നീട് സ്ത്രീയായി സ്വയം അടയാളപ്പെടുത്തുകയും ചെയ്ത ട്രാൻസ്ജെൻഡർ വനിതകൾക്ക് സ്കൂൾ, കോളേജ് തലങ്ങളിലെ വനിതാ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ടാകില്ല. ലോങ് ഡിസ്റ്റൻസ് റണ്ണറായ ലിൻസെ ഹെക്കോക്സ് എന്ന അത്ലറ്റാണ് ഐഡഹോയിലെ നിയമത്തിനെതിരെ ആദ്യം നിയമ പോരാട്ടം തുടങ്ങിയത്. പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അവസരങ്ങൾ പുരുഷന്മാർ കവർന്നെടുക്കുന്നത് തടയാനും കായിക രംഗത്ത് നീതി ഉറപ്പാക്കാനുമാണ് ഈ നിയമമെന്നായിരുന്നു ഇത് നിയമസഭയിൽ അവതരിപ്പിച്ച ബാർബറ ഇഹാർട്ട് പറഞ്ഞത്. എന്നാൽ കായിക രംഗത്ത് സ്ത്രീകളുടെ സമത്വവും അവസരങ്ങളും സംരക്ഷിക്കാൻ ഈ നിരോധനം എങ്ങനെ സഹായിക്കുമെന്ന് തെളിയിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ കോടതി അന്ന് വിലക്ക് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചത്. 2024 തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഡൊണാൾഡ് ട്രംപ് വിഷയം സജീവമായി ഉയർത്തിക്കാട്ടിയിരുന്നു. തുടർന്ന് അധികാരമേറ്റ ശേഷം വനിതാ കായിക ടീമുകളിൽ ട്രാൻസ്ജെൻഡർ വനിതകൾ മത്സരിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ US കോളേജ് കായിക രംഗത്തെ നിയന്ത്രിക്കുന്ന സംഘടനയായ NCAA ട്രാൻസ്ജെൻഡർ വനിതകളെ വനിതാ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി വിലക്കിയിരുന്നു. എന്നാൽ ഈ വിധി നിയമപരമായ വിജയമോ പരാജയമോ എന്ന ചർച്ചയേക്കാൾ വലിയൊരു സാമൂഹിക ചോദ്യമാണ് ഉയർത്തുന്നത്. ട്രാൻസ്ജെൻഡർ സമൂഹം വർഷങ്ങളായി നേരിടുന്ന അവഗണന, വിവേചനം, ഒറ്റപ്പെടുത്തൽ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഈ വിധി അവർക്ക് കൂടുതൽ മാനസിക ഭാരമാകുമെന്ന ആശങ്ക മനുഷ്യാവകാശ സംഘടനകളും നിരവധി അഭിഭാഷകരും പങ്കുവെക്കുന്നുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ മറ്റൊരു ശക്തമായ വാദവും നിലനിൽക്കുന്നു. സ്ത്രീകളുടെ കായിക മത്സരങ്ങളിൽ ജൈവപരമായ വ്യത്യാസങ്ങൾ മത്സര സമത്വത്തെ ബാധിക്കാമെന്ന ആശങ്കയെ അടിസ്ഥാനമാക്കിയാണ് പല സംസ്ഥാനങ്ങളും ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നത് എന്നത്. അതിനാൽ ഈ വിധി ഒരു കോടതി ഉത്തരവ് മാത്രമല്ല, അവകാശങ്ങൾ, ശാസ്ത്രം, കായിക നീതി, മനുഷ്യാഭിമാനം എന്നിവ തമ്മിലുള്ള സങ്കീർണമായ സംവാദം തുടരുന്നുവെന്ന ഓർമ്മപ്പെടുത്തലുമാണ്. നിയമവിധികൾക്ക് തർക്കങ്ങൾ തീർപ്പാക്കാൻ കഴിയും, എന്നാൽ സമൂഹത്തിന്റെ മനസ്സിലുള്ള അകലം കുറയ്ക്കാൻ കഴിയുക പരസ്പര ബഹുമാനത്തിനും സഹാനുഭൂതിക്കുമാണ്. ട്രാൻസ്ജെൻഡർ സമൂഹം ആവശ്യപ്പെടുന്നത് പ്രത്യേക പരിഗണനയല്ല, മനുഷ്യരെന്ന നിലയിലെ അംഗീകാരവും മാന്യതയുമാണ്. ആ ആവശ്യം കേൾക്കാൻ സമൂഹം എത്രത്തോളം തയ്യാറാകുന്നു എന്നതാണ് ഇനി കാലം ഉത്തരം പറയേണ്ട ഏറ്റവും വലിയ ചോദ്യം.